എല്ലാവർക്കും സാദര നമസ്കാരം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ആരംഭിക്കുകയും അതിലേറെ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തയോടും സംതൃപ്തിയോടും കൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും പ്രത്യേകത. ഓരോ ദിവസവും ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ചില ടെക്നിക്കൽ ഇട്ട് തരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഒരു ദിവസം സംതൃപ്തിയോട് കൂടി ജീവിക്കാൻ ചെയ്യുന്ന പ്രക്രിയകൾ, എന്താണ് നിങ്ങളുടെ റിച്വൽസ് എന്നുള്ള ചോദ്യവുമായി എനിക്കവിടെ ഭയങ്കര രസമുള്ള തോന്നി. എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരനുഷ്ഠാനങ്ങൾ പോലെ പറഞ്ഞു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എല്ലാവരും എനിക്ക് ഭയങ്കര ആത്മസംതൃപ്തിയോട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിൽ അതിൻ്റെ ഭാഗമാക്കായി നിൽക്കുന്ന ആൾക്കാരെല്ലാം അവിടെ പ്രകടിപ്പിക്കുന്ന ആ പ്രകടനം, അവിടെ അറിയിക്കുന്ന ആ കയ്യൊപ്പ്, അല്ലെങ്കിൽ അവിടെ ചേർത്ത് വെക്കുന്ന കയ്യൊപ്പ് എന്നെ ഏറെ സന്തുഷ്ടനാക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും ഒരു സാധന കർമ്മം പോലെ, റിച്വൽസ് പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസങ്ങളെയും ഓരോ നിമിഷങ്ങളെയും ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടും കൂടി അത് അയവിറക്കി ജീവിച്ച് ജീവിതം അനുഭവിച്ച് കൊണ്ടുപോകുന്നു എന്നറിയുമ്പോൾ, ഞാനിവിടെ നിന്ന് ചെയ്യുന്ന എന്നെ പാകപ്പെടുത്താനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ എത്രത്തോളം പാകപ്പെടുന്നുവോ അതിന് തത്തുല്യമായി നിങ്ങളും പാകപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് സർവേശ്വരൻ എനിക്ക് നൽകുന്നത്. അത് ഏറെ സന്തോഷത്തോട് സ്വീകരിക്കുന്നു. തഥാസ്തു തഥാസ്തു തഥാസ്തു. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ചുവടുവെപ്പുകളാണ് നടത്തുന്നത്. അപ്പോൾ ഒരു കാര്യം മറക്കാതിരിക്കുക, ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ മറ്റ് ചിലത് പിന്നിലുണ്ടാകും. അതിനെ ഓർത്ത് അയ്യോ അത് പോയല്ലോ എന്ന് വ്യഥനിക്കരുത്. അങ്ങനെ പോയാൽ മാത്രമേ പുതിയത്, ഒന്ന് നഷ്ടപ്പെട്ടാൽ മാത്രമേ ഒന്ന് നേടാൻ പറ്റുള്ളൂ എന്നുള്ള പൊതുവായ കോമണായുള്ള പ്രപഞ്ച സത്യം എപ്പോഴും മറക്കാതിരിക്കുക. അതുകൊണ്ട് ചിലതിനെ നമ്മൾ, വേണ്ടാത്തതിനെ നമ്മൾ ഒഴിവാക്കുകയും വേണുന്നതിനെ നമ്മൾ പുൽകുകയും വേണം. ഇത് മറക്കാതെ ഒന്നുകൂടി അടിവരയിട്ട് പറയാം. വേണ്ടാത്തതെന്താണോ അതിനെ ഒഴിവാക്കുകയും വേണുന്നതെന്താണോ അതിനെ ചേർത്ത് നിർത്തുകയും ചെയ്യാൻ പഠിക്കുന്ന കലയാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സന്തോഷം നിലനിർത്താൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം. അതിനു മുമ്പ് പ്രാരംഭമായി പറഞ്ഞു പോകാം. പുതിയ പുതിയ അറിവുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതും, എനിക്കും പുതിയ പുതിയ അറിവുകൾ എവിടെ നിന്നൊക്കെയോ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ഞാൻ അത് അനുഭവിക്കുന്നു, അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് പകർന്നു നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പെട്ടെന്ന് തോന്നിയതാണ്. പലപ്പോഴായിട്ട് ഇങ്ങനെ പലരും പറയുന്നതാണ്, ആപ്പിൽ വരുമ്പോഴുള്ള അവർക്ക് പ്രായോഗികമായി അറിയാത്തതും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയാണ്. വീണ്ടും വാട്സപ്പിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് നൽകാമെന്ന് ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും കുറഞ്ഞ ഒരു പാരിതോഷികത്തിൽ ചെയ്യാൻ സാധിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ അപ്പോഴെനിക്ക് തോന്നി, എല്ലാ പ്രാവശ്യവും പറയുന്ന ടെക്നിക്കുകൾ ഞാൻ ഇവിടെ പറഞ്ഞ ടെക്നിക്കുകൾ കിട്ടിയത് കൊണ്ട് എന്തായിരിക്കും കാര്യം എന്ന് ചിന്തിച്ചത് കൊണ്ട് വളരെ ലളിതമായി ബട്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള 7 ടെക്നിക്കുകൾ നിങ്ങൾക്ക് 7 ദിവസം പഠിപ്പിക്കുകയാണ്. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, 100-ൽ 100% റിസൾട്ട് നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്ന വളരെ ലളിതമായ ടെക്നിക്കുകൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ. അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസും ഇല്ല. അതെങ്ങനെ അങ്ങനെ വളച്ചു കെട്ടില്ല. ലളിതമായ 7 കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ. 7 ദിവസമേ ഉണ്ടാവുള്ളൂ. വലിയ ലെങ്ത് ഉണ്ടാവില്ല, വലിയ സമയമുള്ള ഓഡിയോ ഫയലായിട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്കത് അയച്ചു തരും. കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക.
പുസ്തകത്തിൽ എഴുതി വെക്കുക. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് മാറ്റി പുസ്തകത്തിൽ എഴുതി വെക്കുക. 8, 9, 10, 15 ദിവസം കഴിഞ്ഞിട്ട് സാറേ ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പണിയുണ്ട്, വേറെ ജോലിയുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് അതും കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോ ആളും മെയിൽ അയക്കൂ, അത് അയക്കൂ, വീണ്ടും അയക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം പറയാറുള്ളത്. അതല്ലെങ്കിൽ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ ജോലിയെ അത് ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ വേണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ടീമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അറിയിക്കാനുള്ള. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ഇപ്പൊ തന്നെ, ഞാനത് ഇവിടെ പറഞ്ഞാൽ യൂട്യൂബിലേക്ക് പോകല്ലേ, നമ്മളുടെ ടീമിനല്ലേ ഞാൻ ഈ ഓഫർ കൊടുത്തിട്ടുള്ളൂ അല്ലേ, യൂട്യൂബിലെ ആൾക്കാർക്ക് കൊടുക്കണം. നമ്മളിവിടെ ക്ലാസ്സിലെ വർക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ആൾക്കാർ മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ബാക്കി കോഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബിലെ ആൾക്കാർക്കും വരും. വേണമെങ്കിൽ പറയൂ, യെസ് എവരിബഡി. നമുക്കിത് പബ്ലിക്കിൽ കൊടുക്കണോ ഈ സാധനം? നിങ്ങൾ ടൈപ്പ് ചെയ്യൂ, യെസ് ഓർ കൊടുക്കണോ, അല്ല നമുക്ക് മാത്രം മതിയോ? ടൈപ്പ് ചെയ്യോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. എല്ലാവർക്കും ഏക അഭിപ്രായം. പോരട്ടെ, പെട്ടെന്ന് ഞാൻ റെഡിയൊക്കെ പറയാനുണ്ട്. സമയമില്ല നമുക്ക്, വേറെ ക്ലാസ് ഒന്നും വളരെ കാര്യമായി പഠിക്കാനുണ്ട്. ഇതൊക്കെ കോഴ്സൊക്കെ അതിൻ്റെ ഇടയിൽ പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മറക്കരുതല്ലേ. യെസ് എല്ലാവരും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. ഞാൻ ഇന്ന് ചിലപ്പോൾ ഞാൻ തന്നെ വിളിച്ചു, ഞാൻ കുറച്ച് സെൽഫിഷ് ആയി പോയോ, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലവർക്ക് മാത്രം കൊടുത്താൽ മതിയോ എന്നുള്ളത് കുറച്ച് ആലോചിച്ചു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറയുന്നത് മാനിച്ചുകൊണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും ഇതേ കോഴ്സ് കൊടുക്കാം. കാര്യം പറയാം, എന്താണ് ഒന്നുകൂടി വിശദമായിട്ട് അവരോട് പറയാം അല്ലേ, അവർക്ക് അറിയില്ലല്ലോ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ഇന്ന് രാവിലെ അനൗൺസ് ചെയ്തൊരു പുതിയൊരു കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ 7 days പ്രാക്ടീസ് ഇൻ വാട്സപ്പ്. നമ്മൾ ഇതുവരെ വാട്സപ്പിൽ ഇല്ല, ക്ലാസ് കൊടുത്തിട്ടില്ല. 7 ദിവസത്തേക്കുള്ള ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസ് വാട്സപ്പ് വഴി ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് വെച്ച് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 2-3 ദിവസത്തിനകത്ത് തുടങ്ങും. ഇന്ന് 19/11/2024 ചിലപ്പോൾ 2 days 20. എൻ്റെ ആഗ്രഹം 21 സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. 21st എന്ന് പറയുന്ന ഡേറ്റ് ആണ്. പക്ഷെ അതിന് ഇത്ര ആൾക്കാരായാലാണ് ചേർക്കുക. അതെ, അപ്പോൾ 21st തുടങ്ങണമെന്നാണ്. ഇത്ര ആൾക്കാർ 21st തുടങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് 25th തുടങ്ങാം. 25th ആയാലും തുടങ്ങി, 25th ആണെങ്കിൽ അങ്ങനെ തുടങ്ങാം. 2 ദിവസത്തിൽ ഏത് ദിവസം തുടങ്ങും. സെറ്റായ ആൾക്കാർ റെഡി ആയാൽ എനിക്ക് വേണ്ട ആ കോഴ്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ 222 ആൾക്കാരിന് മുകളിൽ എപ്പോൾ വന്നു അപ്പോഴാ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മാജിക്കൽ കാണിച്ചുകൊണ്ട് പോകണം അല്ലേ, അപ്പോഴല്ലേ നമുക്ക് കാര്യമുള്ളൂ. നമുക്ക് അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാവുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് 555 റുപ്പീസാണ് ഈ ക്ലാസ്സിനുള്ള ഫീസ്, ഏറ്റവും കുറഞ്ഞത്. കാരണം ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ആ എമൗണ്ട് കൊണ്ട് നമുക്കിതൊരു കോഴ്സ് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും നമുക്ക് ഇത് പരിപാടി ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഞാനത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 3 മേഖലയെ ടച്ച് ചെയ്യാനാണ്. ഒന്ന് വെൽത്ത്, ഒന്ന് റിലേഷൻഷിപ്പ്, പിന്നൊന്നെന്താണ്, ഹെൽത്ത്. ഈ 3 കാര്യങ്ങളെ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന മെത്തേഡ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഈ 3 മെത്തേഡ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ ആ ടെക്നിക്കൽ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇതുവരെ പൊതുവെ നിങ്ങളത് പോപ്പുലറായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഹിപ്നോസിസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ക്ലാസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ചെറിയ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് 100% റിസൾട്ട് ഉണ്ടാവുകയും. ആർക്കാണ് 100% റിസൾട്ട് ഉണ്ടാവുന്നത്? 100% റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. കണ്ടീഷൻസ് അപ്ലൈസ്. ആർക്കാണ് 100% റിസൾട്ട് ഉണ്ടാവുന്നത്? യു ക്യാൻ ടൈപ്പ്. ആർക്കാണ് 100% റിസൾട്ട് ഉണ്ടാവുക? പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പറയണം, അപ്പോഴേ അത് കാര്യമുള്ളൂ. അല്ല, ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും 100% റിസൾട്ട്? പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. വിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ കോഴ്സിൽ ചേർന്നവർക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും പോലെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോയവന് മാത്രമേ പ്രാർത്ഥനയുടെ ഗുണം ലഭിക്കുള്ളൂ. അമ്പലത്തിൽ പോയവൻ എല്ലാത്തിനും കിട്ടില്ല. അതേ പ്രൊസീജിയർ ഉപയോഗിക്കാൻ
നമ്മൾ പ്രാർത്ഥിക്കാൻ മാറാൻ തയ്യാറായി വിശ്വാസപൂർവ്വം പ്രാക്ടീസ് ചെയ്യുന്നവന് 100% റിസൾട്ട് ഉറപ്പാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങൾ ചേരുക, ഇപ്പം തന്നെ ചേരുക. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ചെറിയ ചെറിയ കോഴ്സുകളാണ് ഇനി നിങ്ങൾക്ക് തരിക. വലിയ കോഴ്സ് ഉണ്ടാവും, ചെറിയ ചെറിയ കോഴ്സുകൾ തന്ന് നിങ്ങളെ കൂടുതൽ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്നുള്ളതാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? എന്താണ് എനിക്ക് മൂക്ക് അത് പോരട്ടെ. ഗീത അനിൽ, താങ്ക് യു. കുറെ ആൾക്കാർ ഇപ്പം അയച്ചവരോട് പറയാം അല്ലേ? ജീന ഷാജി, വെരി ഗുഡ്. എല്ലാം സ്കാൻ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ജീന ലതാംബിക, ഓക്കെ. രമ്യ, ഇതൊക്കെയാണ് എൻ്റെ. ജയശ്രീ, സിദ്ദിഖ്, ലക്ഷ്മി, ഗീത, സച്ചിന, ഡോക്ടർ അക്യുപ്പൻ, അക്കമ്മ ചാണ്ടി, സുജ, ബീന, സന്ധ്യ, പ്രമീള, ലളിത, റൈച്ചൽ, സിന്ധു സജി, രാധ, സേതു, സച്ചിന, പരീക്ഷ, രമ. ബാക്കിയെല്ലാം മറ്റേ നമ്പറിലേക്കായിരിക്കും. രണ്ടിൽ വന്നാൽ ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ളത്. ഓക്കെ, നോ പ്രോബ്ലം. നാളെ അയച്ചോളൂ, മറ്റന്നാൾ അയച്ചോളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് മാറാൻ തയ്യാറ്. യെസ്, താങ്ക് യു ധനജ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത കഠം. അവിടെ ഞാൻ പോസ് ചെയ്യാം അല്ലേ? ആർ യു, ആനന്ദവല്ലി, താങ്ക് യു. ആർ യു റെഡി ടു ചേഞ്ച് യുവർ ലൈഫ് എങ്കിൽ സന്തോഷത്തോടു കൂടി റെഡിയാണെന്ന് പറയുക. പോരട്ടെ പോരട്ടെ, നമ്മൾ ക്ലാസ് ഔദ്യോഗികമായി തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് പോരട്ടെ. നമ്മളതില്ലാതെ നമ്മൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ, നമ്മൾ പ്രാർത്ഥനയില്ലാതെ നമ്മളില്ലല്ലോ അല്ലേ? ആരോ എന്നോട് ചോദിച്ചു, സാറേ നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങും, പ്രാർത്ഥന വേണ്ടേന്ന്. വേണം, എല്ലാ ദിവസവും പ്രാർത്ഥന വേണം. എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടോ? നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ടല്ലേ? പ്രാർത്ഥന അഖിലാണ്ട മണ്ഡപം ഒരുമിച്ചിരിക്കുന്നു മാത്രം പോരല്ലോ, അങ്ങനെ വേണമെന്നില്ലല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി. I am ready to change myself. I am ready to change myself. I am ready to change myself. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഇതിനേക്കാളും വലിയ പ്രാർത്ഥനകൾ ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയല്ലേ നമുക്ക് കടം, ബാധ്യത, അത് രണ്ടും ഞാൻ തൽക്കാലം കട്ട് ചെയ്ത് മാറ്റി അവിടെ ഞാൻ പറയുന്നു സാമ്പത്തിക ബാധ്യത എന്ന് മാത്രം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിലും ബാധ്യതയില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയും. കാരണം ജീവിതം തന്നെ ഒരു ബാധ്യതയിലൂടെയാണ് പോകുന്നത്. കമ്മിറ്റ്മെന്റ് ഇൻ ലൈഫ് അതെല്ലാവർക്കും ഉണ്ട്. നമ്മൾ മിസ്ഇൻറ്റർപ്റ്റ് ചെയ്യരുത്. നമുക്ക് സാമ്പത്തിക ബാധ്യത മാത്രമാണ് നമ്മൾ വലിയ വിഷയമായി എടുക്കുന്നത്. അതേപോലെ കമ്മിറ്റ്മെന്റ് മറ്റൊരുപാടുണ്ട്. അച്ഛനമ്മയോടുണ്ട്, മക്കൾക്ക് അച്ഛനും അമ്മയോടുണ്ട്, അച്ഛനും അമ്മയ്ക്ക് മക്കളോടുണ്ട്. ഇതൊന്നും ആരും വലിയ സംഭവമായിട്ട് എടുക്കാറേയില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും വിഷയമായി വരുന്നത് ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ. ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. നമുക്കെല്ലാവർക്കും പൊതുവെ ജനസമൂഹത്തിന് വിഷയമായി വരുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമ്പോഴാണ്. ആണോ? സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമ്പോഴാണോ നമ്മൾ വിഷമതയിലേക്ക് പോകുന്നത്? ആണോ? യെസ് ഓർ നോ പറഞ്ഞ് എല്ലാവരും ജസ്റ്റ് നോക്കട്ടെ. നമുക്ക് ചില ടേംസിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് നോക്കാം അല്ലെ? വളരെ പ്രധാനമാണ്. അല്ല എന്ന് ഞാൻ തിരുത്തി പറയും. സാമ്പത്തിക ബാധ്യതകളല്ല നമ്മുടെ പ്രധാന വിഷയം. സാമ്പത്തിക ബാധ്യത നിറവേറ്റാൻ സാധിക്കാതിരിക്കുന്നതാണ്. അതായത് വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് മാത്രമാണ് നമ്മുടെ പ്രധാന വിഷയം.
ഷോർട്ടാക്കി പറയണ്ടല്ലോ അല്ലെ. സാമ്പത്തിക ബാധ്യതകളൊന്നും നമ്മളെ അലട്ടുന്നില്ല, അത് നിറവേറ്റാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് അലട്ടുന്നത്. അതേപോലെ ലൈഫിനെ എടുത്തു നോക്കുക, അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള ബാധ്യത നിറവേറ്റാൻ സാധിക്കാതിരിക്കുമ്പോഴും മക്കൾക്ക് അച്ഛനും അമ്മയോടുള്ള ബാധ്യത നിറവേറ്റാൻ സാധിക്കാതിരിക്കുമ്പോൾ ഇതേ വിഷമം വരും. പക്ഷെ അവിടെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതൊന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, സാമ്പത്തിക ബാധ്യത നിറവേറ്റാൻ പറ്റാത്തതാണ് എൻ്റെ വിഷയം. ആണോ അല്ലേ? യെസ്, അതാണ് യഥാർത്ഥമായ വിഷയം. പക്ഷെ നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? സാമ്പത്തിക ബാധ്യത, 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 ബാധ്യത. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സ്ഥിരമായി തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത് പോലും മുടങ്ങിപ്പോകും. കാരണം ബാധ്യത, ബാധ്യത, ബാധ്യത എന്നുള്ള, ഞാനിത് എൻ്റെ മുന്നിൽ അനുഭവിച്ച് കണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കൃത്യമായി അടഞ്ഞുകൊണ്ടിരിക്കുന്ന ബിസിനസ് ലോൺ ഉണ്ട്, ബിസിനസ് ലോൺ ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനം അടക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിപ്പോയി. നമ്മൾ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചേർത്ത് പറയാം. എന്തുകൊണ്ട് നമുക്ക് ബാധ്യത ഉണ്ടാകും, സാമ്പത്തിക ബാധ്യത നിറവേറ്റാൻ പറ്റാതിരിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നൊന്ന് പരിശോധിക്കണം അല്ലെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സാമ്പത്തിക ബാധ്യത നമുക്കുണ്ടാകുന്നത്? ഞാൻ ഇതിനെ വളരെ ചെറുത്തിൽ ഒരു കാര്യം പറഞ്ഞു പോകാം. ഇതിന്റെ കുറച്ച് മാജിക് രീതികൾ, മാജിക് മെത്തേഡ്സുകൾ ഞാൻ കോഴിക്കോട് പ്രോഗ്രാമിൽ ഒരു 2 മണിക്കൂർ നേരം ഇത് മാത്രം പറയാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. എങ്ങനെ, ഏത് ഈസി മെത്തേഡിലൂടെ നിങ്ങൾക്ക് നിലവിലുള്ള ബാധ്യതയെ, ഞാൻ നിറവേറ്റാൻ പറ്റാത്ത ബാധ്യത പറയുന്നില്ല, മൊത്തത്തിൽ ബാധ്യതയെ എങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള വളരെ ലളിതമായ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിറവേറ്റാൻ പറ്റാത്തതാണ് കാരണമെങ്കിൽ നിറവേറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയെ എങ്ങനെ കൊണ്ടുപോകാമെന്ന് 2 മണിക്കൂർ സെഷൻ അതായിരിക്കും. കോഴിക്കോട് പ്രോഗ്രാം വരുന്നവർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിനു വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കണം, സാർ ഇത്ര സമയം കൊണ്ട് 2 മണിക്കൂർ ഇത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഓർമ്മിപ്പിക്കണം. അത് മാത്രമേ ആ സമയത്ത് പഠിപ്പിക്കുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഞാൻ സ്റ്റാർട്ടിങ് മൈൻഡ് സെറ്റും എൻഡിങ് മൈൻഡ് സെറ്റും കാണിച്ച് 2 മണിക്കൂറിൽ കാണിച്ചു തരാം. നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എത്ര തന്നെ നിങ്ങൾക്കുണ്ടോ അത് മുഴുവൻ ഇത്ര സമയം കൊണ്ട് ഞാൻ തീർത്തിരിക്കും എന്നുള്ള കമ്മിറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് പോകുന്ന രീതിയിലേക്കുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. 2 മണിക്കൂർ മാത്രം മതി എനിക്ക്. 6 മണിക്കൂർ പ്രോഗ്രാമിൽ കോഴിക്കോട് നിങ്ങൾ ഇതുവരെ കാണാത്തതിൽ 6 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന ദിവസമാക്കി ഞാൻ തരാം. 6 മണിക്കൂർ, നോ ബ്രേക്കേജ്. 6 മണിക്കൂർ നിലനിൽക്കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത മാജിക്കൽ അവിടെ കാണും. ഞാൻ വീണ്ടും ആ വാക്ക് എടുത്തിട്ട് ഉപയോഗിക്കുന്നു, മാജിക്കൽ കാണും. കുറച്ച് കഴിയുമ്പോൾ സാറെ ബോർ അടിക്കുന്നു, എൻ്റെ തല ഒരുക്കുന്നു ഒന്നും പറഞ്ഞിട്ടാരും വന്നേക്കരുത്. അതിന് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെ പ്രോഗ്രാമിൻ്റെ അവിടെ ആകെ ചെയ്യുന്നത് എന്താ പറയുക, ആക്ഷനാണ്. നോ, അവിടെ ഒരിക്കലും തിയറി പഠിപ്പിച്ച് നിങ്ങളെ സമയം കളയുന്നില്ല, ആക്ഷൻ മാത്രമാണ് അവിടെ. 6 മണിക്കൂർ അത്ര കണ്ട് ലൈഫിനെ നിങ്ങളെ യൂട്ടേൺ എടുപ്പിച്ചുകൊണ്ട് എന്താണ് കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് എന്തൊക്കെയാണ് കടം അല്ലെങ്കിൽ ബാധ്യതയായി വരുന്നത്, എന്തൊക്കെ രീതിയിൽ സാമ്പത്തിക ബാധ്യതകൾ നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. 3 തരത്തിലാണ് നമുക്ക് കൃത്യമായി മലയാളിക്ക് ഇന്ന് സാമ്പത്തിക ബാധ്യതയുള്ളത്. ബാക്കിയുള്ളവരെടുക്കുന്നത് ഇവിടുന്ന് മലയാളി എടുക്കണം. ബാക്കി കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ. എത്ര ശതമാനമാണ് കേരളത്തിലെ കടബാധ്യത എന്നിൽ പോയിട്ട് വെറുതെ സമയം കളയുന്നില്ല. അതൊക്കെ രാഷ്ട്രീയമാണ്, അത് വിട്ടേക്ക്. 3 രീതിയിലാണ്, എഴുതി വെച്ചോളൂ. ഇതിലേതാണ് നിങ്ങളുടെതെന്ന് അറിയുക, നിങ്ങളുടെതെന്ന് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായി മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ചില ഐ ഓപ്പണിങ് ഇന്നിവിടെ നടക്കും. എവിടെയാണ് എനിക്ക് പാളിയത് എന്ന് ചിലവർക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബിന് താഴെ പോയി കമൻറ്റ് ചെയ്യുക, ഇന്നത് സംഭവിച്ച ക്ലാസ്സിനകത്ത്. ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും കമൻറ്റ് ചെയ്ത് കണ്ടില്ല, പക്ഷെ ചെയ്യണം കേട്ടോ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവും. നമുക്ക് 3 തരത്തിലുള്ള ബാധ്യതകളാണ് വരുന്നത്. ഒന്ന്, വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യത, പേഴ്സണൽ ഡെപ്റ്റ്, വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യതകൾ.
എഴുതി വെച്ചോളൂ. എത്ര പേര് ക്യാമറയ്ക്ക് ഓൺ ചെയ്ത് എഴുതുന്നുണ്ട് നോക്കട്ടെ. എന്നിട്ട് എനിക്ക് എപ്പോഴും കടമാണെന്ന് പറയുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ ആവോ? ഓക്കെ, കടമുള്ള കുറെ ആളൊന്നും വന്നിട്ടില്ല ഇന്നത്തെ ക്ലാസ്സിൽ. രണ്ടാമത്തത് ബിസിനസ് പരമായ ബാധ്യതകൾ, അല്ലെ? ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പരമായ ബാധ്യതകൾ. മൂന്നാമത്തെ ബാധ്യത സാമൂഹികരമായ ബാധ്യതകൾ. സാമൂഹികമായ ബാധ്യതകൾ എന്താണ് സാമൂഹിക? അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. ഇതിൽ ഒന്നാമത്തേതായ വ്യക്തിഗതമായ ബാധ്യതകൾ വരുന്നത് 2 കാരണങ്ങളാണ്. 2 അല്ല, 4 കാരണങ്ങളുണ്ട്. ഞാൻ 2 ഞാൻ പ്രധാനമായി പറയാം. വ്യക്തിഗതമായ ബാധ്യതകൾ വരുന്ന ഒന്നാമത്തെ കാരണം, അതിന്റെ നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. വ്യക്തിഗതമായ ബാധ്യതകൾ വന്നതിന്റെ ഒന്നാമത്തെ കാരണം, ബാധ്യതകളുള്ളവരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് വ്യക്തിഗതമായ ബാധ്യത വന്നത്. എത്ര ആൾ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ? കുറെ ആൾക്കാരില്ലേ ബാധ്യതയുള്ളവർ? ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു, അല്ലേ സാറേ? എന്നറിയാത്തോണ്ടല്ലേ ഇവിടെ ഇരുന്നത്. യെസ്, അറിയില്ല, അതാണ് വിഷയം. ആ ലോണാണ് പറഞ്ഞത് കവിത. ലോൺ എന്തുകൊണ്ട് വ്യക്തിഗത ലോൺ ഉണ്ടായി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ആവശ്യകരമായ ചെലവുകൾ, അല്ലെ? ആവശ്യകരമായ ചെലവുകൾ എന്ന് മാത്രം ഞാൻ നിർവചിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ചിലവുകളാണ്. ആവശ്യത്തിനെടുത്തു, സ്വപ്നങ്ങൾ നിറവേറ്റാനെടുത്തു. ഇതൊന്നും മറ്റൊരു രീതിയിലും പറയണ്ട. ഇതിന്റെ യഥാർത്ഥമായി ചെലവുണ്ടാവുന്ന രീതികളാണ് പറഞ്ഞത് കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ആവശ്യമായ ചെലവുകൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? വീട് പണി, അല്ലെങ്കിൽ വീടുണ്ടാക്കൽ, വീടിന്റെ അറ്റകുറ്റപ്പണികൾ, അല്ലെങ്കിൽ ഇന്റീരിയർ ഉണ്ടാക്കാൻ, ഇതുപോലെ കാര്യങ്ങൾക്ക് വാടക എടുക്കുന്നു. രണ്ടാമത്തെ കഥ ഹൗസിംഗ് ലോൺ, ഇത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം അനുദിനമായ, അതിൽ തന്നെയാണ് ആവശ്യ ചെലവുകൾ വരുന്നതാണ് അനുദിനമായ ചിലവുകൾ. എന്താണ് അനുദിനം? നമുക്ക് ഫുഡിന് വേണ്ടി ചിലവ് എടുക്കേണ്ടി വരുന്നു. ക്രെഡിറ്റ് കാർഡ് മെയിനായിട്ട്, വൈദ്യുതി ബില്ലടക്കാൻ, ടെലിഫോൺ ബില്ലടക്കാൻ, താമസ സൗകര്യത്തിന്, ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് കടമെടുക്കേണ്ടി വരുന്നു. സിമ്പിളായിട്ട് പറയാണ്. മൂന്നാമത്തത് നമുക്ക് വരുന്നത് വ്യക്തിഗതമായിട്ട് തന്നെയാണ്. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ വ്യക്തിഗതമായി ചിലപ്പോൾ വ്യക്തിപരമായി നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് ഉണ്ടാവാം. രണ്ടാമത്തെ കാര്യം നമുക്ക് വരുന്നത് സ്വപ്നങ്ങൾ നിറവേറ്റാണ്. എന്താണ് സ്വപ്നങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞതും ഈ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം, വീട് വെക്കൽ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ ഒരു വീടിന് പകരം ആഡംബര വീടാകുമ്പോൾ നമ്മുടെ ചെലവുകളുടെ അന്തരം മാറും. നേരത്തെ ആവശ്യ ചെലവുകൾ, ആ വീട് ആവശ്യമാണ്, ഇന്റീരിയർ ആവശ്യമാണ്, അല്ലേ? വീട്ടിലെ ഫർണിച്ചർ നമുക്ക് ആവശ്യമാണ്. ആ ആവശ്യത്തിനപ്പുറത്തേക്ക് സ്വപ്നങ്ങളുടെ പിറകെ പോകുമ്പോൾ അത് ആവശ്യത്തിലധികമുള്ള ചെലവായി മാറുന്നു. വീട് വാങ്ങുക, വീട് ലോൺ എടുത്ത് സ്വന്തമാക്കുക എന്നുള്ള ഓവറായിട്ടുള്ള ചെലവുകൾ. രണ്ടാമത്തതോ വാഹനം വേണം. ഞാൻ ഇന്നലെ ഒരാളുടെ വീഡിയോ കണ്ടപ്പോൾ അതിന് താഴെ പറഞ്ഞു, എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? വാഹനമില്ലാതെ ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വാഹനം നിർബന്ധമില്ല, വാഹനത്തിൽ കടം മേടിച്ചാൽ എങ്ങനെ മോശമാകും? ഇറ്റ് ഈസ് നോട്ട് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു. വാഹനം വേണം, പക്ഷെ നമുക്ക് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന പോലെ വാഹനമാണ് വേണ്ടതെങ്കിൽ, എനിക്ക് 25,000 രൂപയാണ് വരുമാനമുള്ളതെങ്കിൽ എനിക്കൊരു 5,000 രൂപ മാസം അടവുള്ള ഒരു ആൾട്ടോ കാറോ മറ്റോ വാങ്ങിച്ചാൽ അത് ആഡംബരമാകുന്നില്ല, എന്നെ കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റും. 25,000 മാസം വരുമാനമുള്ള ഞാൻ 22,000 രൂപ മാസ അടവുള്ള മറ്റൊരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ധൂർത്ത്, അല്ലെങ്കിൽ അനാവശ്യ ചെലവ്. ഇത് സാധാരണ സ്വപ്നത്തിന്റെ പിറകെ പോകുമ്പോഴുള്ള
വിഷയമാണ്. ഞാൻ സ്വപ്നം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിഷ്വലൈസേഷൻ സ്വപ്നങ്ങളല്ല കേട്ടോ, നോർമലായിട്ട് പറയാം. അപ്പോൾ മൂന്നാമത്തെ ചെലവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്ന ചെലവുകളുടെ കാര്യത്തിന്റെ മൂന്നാമത്തത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇതിൽ നിങ്ങൾ പലരും എന്നോട് വിയോജിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളോട് യോജിക്കാത്തൊരു ഘടകം പറഞ്ഞു പോകാം. വിദ്യാഭ്യാസ ചിലവുകൾ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഓവറായിട്ടുള്ള തുക ഒരിക്കലും നമുക്ക് വരുമാനം പലരും ഇപ്പൊ അടുത്ത കാലത്ത് എന്നോട് സംസാരിച്ച ആൾക്കാരാണ് 40 ലക്ഷം രൂപ, 60 ലക്ഷം രൂപ, 80 ലക്ഷം രൂപ അത് ലോൺ എടുത്തിട്ട് UK-യിലും US-ലും UK-യിലും ജർമ്മനിയിലും ഇറ്റലിയിലും പഠിക്കാൻ വിടുന്ന അച്ഛനമ്മമാരുടെ കാലഘട്ടത്തിൽ എന്താണ് അവർ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് വിശദമാക്കാവോ? കേരളത്തിൽ വിദ്യാഭ്യാസം ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ അതിലേക്ക് പോകുന്നില്ല, ചർച്ചയിലേക്കേ പോകുന്നില്ല. ഇറ്റ്സ് ടോട്ടലി ആൻഡ് റോങ് ഡിസിഷൻ. ബിക്കോസ് നിങ്ങൾ ഒരു മക്കളെ വളർത്തുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയല്ല വളർത്തുന്നത്. നല്ല വിദ്യാഭ്യാസം എല്ലായിടത്തും കിട്ടും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് വളരെ റോങ് ആയ ഡിസിഷനാണെന്ന് പറയും. പക്ഷേ അതിന് പകരം മറ്റൊന്ന് ചെയ്യാം. നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് മകനെ ചെലവഴിച്ചിട്ട് വേണമെങ്കിൽ അവിടെ പറഞ്ഞു വിടാം, അവിടെ ജോലി സംഘടിപ്പിക്കാം, അതിലൂടെയൊക്കെ നിൽക്കാം. 15ഉം 16ഉം വയസ്സായ ഒന്നും അറിയാത്ത കുട്ടിയെ 60-80 ലക്ഷം രൂപ കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ ആ കുട്ടി ആരോടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ആലോചിച്ച് നോക്കുക. അവൻ്റെ ജീവിതത്തിൽ എവിടെയാണ് കണക്ഷൻ നിൽക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അച്ഛനും അമ്മയും മകനോട് ചെയ്യേണ്ട കടമ വെറും മണിയിൽ മാത്രമായി പോകും എന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും കുറേ പറയേണ്ടി വരും, അതിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തെ മൂന്നാമത്തെ കടമുണ്ടാക്കാനുള്ള കാരണം ബിസിനസ് പരമാണ്. ബിസിനസ് ആവശ്യങ്ങൾക്ക് പണം എടുത്താൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അടക്കാതിരുന്നാലാണ് തെറ്റ്. ബിസിനസ് വിപുലീകരണത്തിന് വേണ്ടി കാശെടുക്കുന്നു, ഇറ്റ് ഈസ് ഗുഡ് വിപുലീകരിച്ചാൽ. രണ്ടാമത്തെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ കാശെടുക്കുന്നു ബിസിനസ്സിൽ, അതും ക്യാപിറ്റൽ കൂട്ടാനാണ്, സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയാണ്. അത് വിറ്റ് കാശ് തിരിച്ചു കിട്ടുകയും ചെയ്യും. ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കാശ് ചിലപ്പോൾ ചില കമ്പനികൾ എടുക്കുന്നുണ്ട്, അത് നല്ലതാണ്. ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കൂടും, അതിലൂടെ അവർക്ക് ബിസിനസ് കൂട്ടാൻ പറ്റും. ശരിയായ തീരുമാനമാണ്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആനുകൂല്യങ്ങൾ സാധ്യമാക്കാനായിട്ട് നമ്മൾ ലോൺ എടുക്കും. എന്താണ്? വ്യാപാരത്തിൽ നിക്ഷേപിക്കുക, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി കളിക്കുക, അല്ലെ? അവിടെ കിട്ടുന്ന റിബേറ്റ്സുകൾ എടുക്കുക, ഓഫറുകളിൽ പോയിട്ട് സാധനം വാങ്ങിക്കുക, ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആഡംബരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെഡ്ഡിങ് ഫംഗ്ഷനുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റവും ആൾക്കാർ കടത്തിലെത്തിയിരിക്കുന്ന കാര്യമാണ് ആർഭാട ജീവിതം എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒന്നാണ് വെഡ്ഡിങ് ഫംഗ്ഷനുകൾ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞ കഥ, 25 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എന്താണ്? ഒരു 20 പവനെങ്കിലും സ്വർണം കൊടുക്കണ്ടേ? നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. പക്ഷെ 20 പവൻ കൊടുത്തത് പിറ്റേ ദിവസം കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ചെറുക്കൻ നേരെ കൊണ്ടുപോയി അതിൽ 5 പവൻ 10 പവൻ വിറ്റു എങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാണെന്ന് മനസ്സിലാക്കുക. അത്തരം കല്യാണങ്ങൾ, വെഡ്ഡിങ് ഫംഗ്ഷനുകൾ, അതൊക്കെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. മോഡേൺ ആയിട്ടുള്ള ഗാഡ്ജറ്റുകളുടെ വാങ്ങിക്കൽ. എന്താണ്? കയ്യിൽ കാശില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശമ്പളം 1600 ദിർഹംസ് ഇവിടുത്തെ, അതായത് നാട്ടിലെ 35,000 രൂപ ശമ്പളം ഉള്ളവൻ. എല്ലാവരും ഐഫോൺ മേടിക്കുന്നു, എന്നാൽ എനിക്കും ഐഫോൺ മേടിക്കണമെന്നുകൊണ്ട് പോയി വാങ്ങിച്ചു. ഒരു മാസം 550 ദിർഹംസ്, അതായത് നാട്ടിലെ 15,000 രൂപ മാസ അടവുള്ള ഐഫോൺ മേടിച്ച് കൈവച്ചു. ആഡംബരമാണ് എന്ന് ഓർക്കുക. അഞ്ചാമത്തെ ചെലവ് അപ്രതീക്ഷിതമായ ചെലവുകളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽ കേസ്, ഒരു ആക്സിഡന്റ് കേസുകൾ, അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകളോ അല്ലെങ്കിൽ വീടിന്റെ ഡാമേജുകളോ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മറ്റെല്ലാം ഉള്ളൂ ഇതാണ്. തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, ജോലി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്രതീക്ഷിതമായ ചെലവുകളുണ്ടാകാം. പിന്നെന്താണ്? പിന്നെ 2 കാര്യങ്ങളാണ് വീണ്ടും നമ്മൾ കുഴിയിൽ നിന്ന് കുഴിയിലോട്ട് പോകുന്ന കാര്യങ്ങൾ. അതിന് പറയുന്ന പേരാണ് പഴയ കടം തീർക്കാൻ പുതിയ ലോൺ എടുക്കുന്നു.
പഴയ കടം തീർക്കാൻ പുതിയ ലോണുകൾ എടുക്കുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യം അല്ലേ. എല്ലായിടത്തും ഒന്ന് കൊണ്ടുപോയിട്ട് വലിയ ലോൺ എടുത്ത് വീണ്ടും നല്ലതാണ്. ബട്ട് ഇൻട്രസ്റ്റിനെ പറ്റി നല്ലോണം ശ്രദ്ധിക്കണം. ലോൺ ഉള്ള ഒരാൾക്ക് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് പുതിയ ലോൺ കിട്ടുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കുക തന്നെ ചെയ്യും. കാരണം റേറ്റിംഗ് ഇല്ലാതെ ലോൺ കൊടുക്കില്ലല്ലോ അല്ലേ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട മേഖലയാണത്. രണ്ടാമത്തെ കാര്യം, 7ാമത്തെ പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് കടമെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് പറയുന്നത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതാണ് കടമുണ്ടാവാനുള്ള ഏറ്റവും പ്രധാന കാര്യം. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല. ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ഇപ്പം മുമ്പിൽ ചോദിക്കാം. ഞാൻ മിനിയാന്ന് പറഞ്ഞില്ല, ഒരാളായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ ആകെ ഞെട്ടിത്തരിച്ചു പോയൊരു കാര്യമാണ്. പക്ഷെ അതവിടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് വരവും ചെലവും എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്? എത്ര പേർക്ക് വീട്ടിലെ വരവും ചെലവും എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്? ആരും ടൈപ്പ് ചെയ്യാൻ തയ്യാറാവില്ല അല്ലേ. വളരെ 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 റെയർ കേസസ് ആണ്. അങ്ങനെ നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഇവിടെ അസന്നിഗ്ധമായി പറയാം, നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റാത്ത സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവില്ല. Am I right? എഴുതി വെക്കാനുള്ളവർക്ക് സാമ്പത്തികമായി നിറവേറ്റാൻ പറ്റാത്ത സാമ്പത്തിക ബാധ്യത, കാരണം അവരെപ്പോഴും ബാലൻസ് ചെയ്തു പോകും. ഇത് വളരെ കൃത്യമാണ്. കൃത്യമായ സാമ്പത്തിക അവബോധവും മുൻകൂട്ടിയുള്ള ആസൂത്രിതമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞു തരാം. ആ ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിന് പറയുന്ന പേരാണ്, ആ ടെക്നിക്കിന് വിളിക്കുന്ന പേരാണ്, ഒന്നാമത്തെ ടെക്നിക്ക്. ലോ ഓഫ് അട്രാക്ഷൻ തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ തിയറി മാത്രം പറഞ്ഞു പോകാം. പ്രാക്ടീസ് നിങ്ങൾക്ക് മറ്റൊരു സമയത്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കോഴിക്കോട് പ്രോഗ്രാമിൽ വെച്ച് പ്രാക്ടീസ് കൺമുമ്പിൽ കാണിച്ചു തരാം. വളരെ ലളിതമായ ടെക്നിക്കാണ് ഇത്. ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഒന്നുകൂടി എഴുതി വരച്ചു വരുന്നു. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായ സാമ്പത്തിക അവബോധവും മുൻകൂട്ടിയുള്ള ആസൂത്രണവും ഉണ്ടായാൽ മാത്രമേ കടത്തിൽ നിന്നും പൂർണ്ണമായും, നിറവേറ്റാൻ പറ്റാത്ത കടത്തിൽ നിന്നും പൂർണ്ണമായും നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വായ്പ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ തിരിച്ചടവിനെ പറ്റി കൃത്യമായ ബോധം നമുക്കുണ്ടാവണം എന്നത് മറക്കാതിരിക്കുക. അത് സാധ്യമാക്കാനുള്ള ടെക്നിക്കുകളല്ലേ പഠിക്കേണ്ടതുള്ളൂ അല്ലേ. മൂക്ക് പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കണമോ, ഇങ്ങനെ പിടിക്കണോ, എങ്ങനെ പിടിക്കണമെങ്കിൽ ഒരു സാധനം നമുക്ക് വേണം. അതിന്റെ പേരെന്തായിരിക്കും? എന്തല്ലേ? മൂക്ക് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, മറ്റേ പയത്ത് ഇങ്ങനെ പിടിക്കാം, എങ്ങനെ പിടിക്കാം. ഇത് പിടിക്കണമെങ്കിൽ ഒരു സാധനം നമുക്ക് വേണം. ഒന്നല്ല, 2 സാധനം വേണം. ഒന്ന് പറഞ്ഞാൽ മതി. എന്തായിരിക്കും അത്? മൂക്ക് വേണം, എല്ലാം പിടിക്കാൻ പറ്റില്ല. അപ്പൊ സാമ്പത്തിക ഇത്രയും ലളിതമാണ്, നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. കടമെടുത്താൽ മാത്രം, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കടമെടുത്താൽ മാത്രം പോരാ, അടക്കുന്ന വഴിയെ പറ്റി അറിഞ്ഞിരിക്കണം. അല്ലാതെ എടുക്കരുത്. ഞാനിപ്പോ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആൾക്കാരും ചാടിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞല്ലേ, ആഡംബരത്തിലല്ലേ, അനാവശ്യ ചെലവിലല്ലേ പോയി ചാടിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ അടക്കാൻ പറ്റാത്തത്. 1% ആൾക്കാരുണ്ടാവും ഹോസ്പിറ്റൽ ബില്ലോ മറ്റോ വിഷയങ്ങൾ കൊണ്ട് അടക്കാൻ പറ്റാത്ത 1% ഉണ്ട്. അതിൽ കൂടുതലെല്ലാം ആഡംബരം തന്നെയാണെന്ന കണക്കുകൾ ഞാൻ കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പറഞ്ഞുതരാം, ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കുറേ കാര്യങ്ങളിൽ പോകുന്നില്ല. വളരെ ലളിതമായ പ്രക്രിയകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിന് ഒരു മാജിക് തിയറി പറഞ്ഞു തരാം. ഈ തിയറിയുടെ പേരാണ് ഡെപ്റ്റ് മാജിക് മെത്തേഡ്. ഡെപ്റ്റ് മാജിക് മെത്തേഡ്, DEBT
മാജിക് മെത്തേഡ്. മാജിക് അല്ലേ? റെഡി അല്ലേ? മാജിക് വേണോ? ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. ഈ മാജിക് വേണ്ടവർ പറയും. കടം വാങ്ങി കോഴ്സ് ചെയ്യാനോ? ഒരാൾ ചോദിച്ച ചോദ്യമാണ്, സാറെ കടം വാങ്ങി കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ കടം വാങ്ങി കോഴ്സ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ, നിങ്ങൾ കടം വാങ്ങി കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒരേപോലെയാണ് നിങ്ങൾ കടം വാങ്ങിച്ച് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് ശരിയാണെങ്കിൽ കടം വാങ്ങി കോഴ്സ് ചെയ്യുന്നതും ശരിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കടം വാങ്ങി നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ, തത്തുല്യമായ ലാഭം എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് ചെയ്യരുത് എന്ന് ഞാൻ പറയും. അല്ലേ? പൈസ വാങ്ങിച്ചു, അത് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമല്ല, അത് തിരിച്ചു നൽകാൻ പറ്റാത്ത കടമല്ല, അത് നൽകാൻ പറ്റുന്ന കടമാകുമ്പോൾ അത് ഗുഡ് ഡെപ്റ്റ് ആവുകയും, അതേപോലെ കടം വാങ്ങിച്ച് നിങ്ങൾ കോഴ്സ് ചെയ്താൽ ഈ കോഴ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കൊണ്ട് പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം വീണ്ടും നിങ്ങൾ പോയി കുഴിയിലേക്ക് പോവുകയാണ്. ഒരേപോലെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇതും തമ്മിൽ ഒരേപോലെയാണെന്ന് തെളിച്ച് പറയാം. അതുകൊണ്ട് ആരും, അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് പൂർണ്ണമായ ബോധത്തിലൂടെയാണ് എനിക്കിത് ചെയ്താൽ ഗുണം കിട്ടും, ഞാൻ ഇതിൽ നിന്നും അറിവ് നേടും, ഇതെന്റെ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളവർക്ക് കുഴപ്പമില്ല. അത് നിറവേറ്റാൻ പറ്റാത്ത കടമല്ലല്ലോ, നിറവേറ്റാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് മാജിക് പഠിക്കാം. ഒന്നുമല്ല, വളരെ വലിയൊരു മാജിക്കാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ സാറേ ഇതെന്ത് പരിപാടിയൊന്നും കാണിക്കരുത് കേട്ടോ. മാജിക് ആണ്ടേ? ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു തരണോ ഈ മാജിക്ക്? ഇപ്പൊ പറഞ്ഞു തരണ? വേണ്ട, കോഴിക്കോട് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പുതിയ ക്ലാസ് വെക്കാം. ഈ മാജിക്ക് നിങ്ങൾക്ക് ഞാൻ കോഴിക്കോട് പ്രോഗ്രാമിലേ പറഞ്ഞു തരും. റെഡിയാക്കി ടിക്കറ്റ് എടുത്തോ എല്ലാവരും? നോക്കട്ടെ എത്ര പേര് വേണമെന്ന് വീണ്ടും. കോഴിക്കോട് വേണ്ടവർ പറയും, സാറെ കോഴിക്കോട് മതി എന്ന് പറയും. ശരിയല്ല, നിങ്ങൾ പറഞ്ഞു തരില്ല, നിങ്ങൾ പറഞ്ഞു തരില്ല. ഇത്രയും പറഞ്ഞു തന്നില്ലേ? ഇത് എങ്ങനെ നിങ്ങൾക്ക് കടമുണ്ടാവുന്നത്, എന്താണ് കടമുണ്ടാവുന്നതൊക്കെ പറഞ്ഞു തന്നില്ലേ? ഇതല്ലേ അതന്നെ ശരിക്കും ഞാൻ ഇത്രയും പറഞ്ഞതല്ലേ? കടമുണ്ടാകുന്ന സാധ്യതകളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ശരിയല്ലേ? അത്ര തന്നെ ഒരു സാധ്യതയുള്ളൂ. ഇപ്പൊ വേണം, എനിക്ക് വയ്യ. ഓക്കെ, കേട്ടോളൂ. ഡി ഫോർ ഡിഫൈൻ യുവർ ഗോൾ. മാജിക് ആണ്. ഡി ഫോർ ഡിഫൈൻ യുവർ ഗോൾ വിത്ത് ക്ലാരിറ്റി. അതായത് സിമ്പിൾ ആണ്, എഴുതിക്കൊള്ളൂ കേട്ടോ. നിങ്ങൾ എല്ലാവരും ചോദിച്ചൊക്കെ പറയാണ്. അത്ഭുതകരമായ മാറ്റമുണ്ടാകും, അത്ഭുതകരമായ മാറ്റമുണ്ടാകും, ഗ്യാരണ്ടി. ഡിഫൈൻ യുവർ ഗോൾ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർലി. എന്താണ് ഡിഫൈൻ യുവർ ഗോൾ ക്ലിയർലി എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ വളരെ വ്യക്തമായി എവിടെയാണ് എനിക്ക് പിഴച്ചത്. ഇപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചാൽ, കടമുള്ള ആൾക്കാരെ വിളിച്ചു ചോദിച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് ചോദിച്ചത്? കടമാണ്, കഴിഞ്ഞ 2 വർഷമായിട്ട് സാറേ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല, കടമാണെന്ന് അവരെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരാളെങ്കിലും ഇന്ന സ്ഥലത്താണ് എനിക്ക് നഷ്ടം വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പണി ഇന്ന് നിർത്താം. പറയും, എങ്ങനെ പറയുന്നത്? ഞാൻ കച്ചവടം ചെയ്ത് സാറേ എൻ്റെ പൈസ പോയി. രണ്ടാമത് പറയും, സാറേ മറ്റാരോ എന്നെ പറ്റിച്ചു കൊണ്ടുപോയി, അങ്ങനെ പൈസ പോയി. മൂന്നാമത് പറയും, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി പൈസ ഇട്ട് സാറേ അങ്ങനെ പോയി. നാലാമത് പറയും, സാറേ എൻ്റെ പൈസ മുഴുവൻ വീട് വെച്ചിട്ടാണെന്ന് പറയും. അഞ്ചാമത് പറയും ആൾക്കാർ, എൻ്റെ മക്കളെ കല്യാണം കഴിച്ചപ്പോഴാണ് എനിക്ക് കാശ് പോയതെന്ന് പറയും. അതല്ലാതെ കൃത്യമായി എവിടെയാണ് പാളിയത് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് പാളാതെ സൂക്ഷിക്കാൻ അറിയാം.
റിനുവേഷൻ, യെസ് പറയാം, റിനുവേഷൻ. ഹൗ ദ റിനുവേഷൻ? റിനുവേഷൻ അറിയാതെ സംഭവിക്കുന്ന കാര്യമല്ല, ഇറ്റ്സ് നോൺ ഫാക്ടറാണ് അല്ലേ? ഈസ് ഇറ്റ് റിക്വയർ? അത് കൃത്യമായി ആവശ്യമായിരുന്നു. കടം മേടിച്ച് റിന്യൂ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. കുറേ ആലോചിക്കാനുണ്ടാവും അതിനകത്ത്. റിനുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഡംബരത്തിന് ചെയ്താൽ അതിനുള്ള വരുമാന മാർഗം കണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, റൈറ്റ് ഡൗൺ എക്സാക്ട് എമൗണ്ട് ഓഫ് ഡെപ്റ്റ് യു വാണ്ട് ടു എലിമിനേറ്റ്. എഴുതി വെക്കുക, ടോട്ടൽ എത്ര രൂപയാണ് നിങ്ങൾ കടമുള്ളത്, എവിടെയൊക്കെയാണ് കടമുള്ളത്, അത് ഓരോന്നിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, ഓരോ ദിവസവും അതിൽ നമ്മൾ അടച്ചു പോകേണ്ട പൈസ എത്രയാണ്. യെസ്, പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് അത് വേറൊരു ഫാക്ടറാണ്. പണം കൈകാര്യം അറിയാത്ത വേറൊരു ഫാക്ടർ. അത് കൃത്യമായി പഠിപ്പിക്കാൻ ഞാൻ പോവാണ്. എത്ര ഒരു ക്ലാസ് തന്നെ വരുന്നുണ്ട്, ഹൗ ടു കൺട്രോൾ യുവർ മാനേജ് യുവർ മണി എന്ന് പറയുന്നത്. ഹൗ ടു മാനേജ് യുവർ മണി എന്ന് പറയുന്നത് വരുന്നുണ്ട്. മണി മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞ് പിന്നെ വരുന്ന കാര്യമാണത്. കാരണം കൃത്യമായി നമുക്ക് ഇപ്പോഴും അറിയില്ല. ലോൺ ഉണ്ട് സാർ, എവിടെയൊക്കെ ഉണ്ട്? എവിടെയൊക്കെയോ ലോൺ ഉണ്ട്. ആ ബാങ്കിലുണ്ട്, ഈ ബാങ്കിലുണ്ട്, അപ്പുറത്തുണ്ട്, ഗോകുലത്തിലുണ്ട്, ചിട്ടിലുണ്ട്, KFC-യിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എവിടെയൊക്കെ കിട്ടാവുന്ന അവിടെയൊക്കെ ഉണ്ട്. എന്താ ഇതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ്? അതെന്ത് സാധന? 10%, 15%, 12%, 20%? ഒരു പിടിയില്ല. മാസം അടക്കാനുണ്ട്. ഇങ്ങനെയല്ലേ 90% ആൾക്കാർക്കുള്ളത്? കൃത്യമായി ഇല്ല. എന്നാൽ അത് ഉണ്ടാവാനോ അത് ശ്രമിക്കുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ മോളെ വിവാഹം ചെയ്തു ഡൈവേഴ്സ് ആയതും കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് ബാധ്യതകളും ഒക്കെ വരുമ്പോ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ചിന്തകൾ നേരെ അല്ലാത്തത് കൊണ്ടല്ലേ, പ്ലാനുകൾ തെറ്റിയത് കൊണ്ടല്ലേ. വരവിനൊത്ത് ചെലവിടാൻ അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അറിയില്ല എന്ന് കഴിഞ്ഞെങ്കിൽ ഇനി എന്താണ് അടുത്ത പോംവഴി? വരവിനനുസരിച്ച് ചെലവിടാൻ അറിയില്ല. സോ നെക്സ്റ്റ് വോട്ട്? അത് മനസ്സിലായി, നീ എന്താ ചെയ്യുക? അത് പഠിക്കുക, അതിനനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തുക. ഇത്തരം ക്ലാസ്സുകളൊക്കെ ചേർന്ന് നിന്നിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് ഇത് പഠിച്ചെടുക്കുക. എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഡിഫൈൻ യുവർ ഗോൾ വിത്ത് ഗോൾസ് ക്ലിയർലി എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് എവിടെ കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ, എപ്പോഴാണ് ഇൻട്രസ്റ്റ്, എന്താണ്, എങ്ങനെയാണെന്നുള്ള വ്യക്തമായ ധാരണ ഇരുന്നിട്ട് എഴുതി ഉണ്ടാക്കി വെക്കുക. പറയുമ്പോൾ തോന്നും വളരെ സാർ ഇത് ഇത്ര വലിയ, ഞാൻ ഇത്ര കണ്ടതാ അല്ലേ, ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് എനിക്കൊരു കാര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സിറ്റ് നൗ ഫ്രം ഹിയർ. ഡോണ്ട് സ്റ്റേ മോർ. ഇവിടെ ഇനി നിൽക്കരുത്, വിട്ടോളൂ. 100% റിസൾട്ട് ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞു തരുന്നത്. ഇതിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. ആർക്കെങ്കിലും തോന്നുകയാണ് ഈ മെത്തേഡ്സ് ഇതിപ്പോ സാധാരണയല്ലേ? അല്ല, ഇത് ചെയ്യാത്തതാണ് ഇതിന്റെ പ്രധാനമായ വിഷയം സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഇവാലുവേറ്റ് ആൻഡ് പ്രിയോറിറ്റൈസ് എന്ന് പറയും. എന്താണ്? ഇതിനെ ശരിക്കും മനസ്സിലാക്കി ഏതാണ് ഫസ്റ്റ്, ഏതിനാണ് ഇൻട്രസ്റ്റ് കുറവ്, ഏതിനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ, ഏത് കടങ്ങൾ എങ്ങനെ എപ്പോൾ കൊടുത്തു തീർക്കണം, ഇതിന്റെ ടൈം എത്ര, അതിന്റെ ടൈപ്പ് എത്ര, വ്യക്തമായി എഴുതി തയ്യാറാക്കി ചാട്ടുണ്ടാക്കുക. എന്നിട്ട് കാര്യങ്ങൾ ആലോചിക്കും. ഒരാൾ ഇപ്പൊ കമന്റ് ചെയ്ത കമന്റ് ഒന്നുകൂടി പറയാം. ഒരു വരുമാനം ഇല്ലാത്തത് കൊണ്ട് പലിശ കൂടി വന്നു, കടം കൂടുന്നു. വളരെ സിമ്പിളാണ് പറഞ്ഞ കാര്യം. എന്തുകൊണ്ട് വരുമാനം ഇല്ലാതായി എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകത്തെവിടെയും ജോലി ഇല്ലാത്തത് കൊണ്ടാണ് വരുമാനം ഇല്ലാതായത്? അല്ല, നമ്മുടെ എനർജി ഡൗൺ ആയതുകൊണ്ടാണ് നമുക്ക് വരുമാനമില്ലാത്തത്. നമ്മുടെ എനർജി ഡൗൺ ആകുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള എനർജികളും ഡൗൺ ആകും. അപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളതും ഡൗൺ ആകും. അടുത്ത പടി, മറ്റെല്ലാം മുകളിലും നമ്മൾ താഴെയുമായി മാറുന്നു. എനർജി ബേസിൽ ഒരിക്കലും കരകയറാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞു ഇത്രയും ഇത് കടമുണ്ടാവാനുള്ള കാരണം പറഞ്ഞതിൽ പെട്ടത് തന്നെയാണ് ഈ പറയണേ. കൂട്ടുക, എനർജി കൂട്ടുക, ആക്ഷൻ എടുക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതേ വഴിയുള്ളൂ. കടങ്ങൾ സുഖമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും.
പക്ഷെ ഇതെല്ലാം ഞാൻ കുറച്ച് മാജിക്കുകൾ പറയും. ഇത് ഞങ്ങൾക്ക് സിസ്റ്റം പറഞ്ഞു തരികയാണ്. ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള മാജിക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മൂന്നാമത്തത് ബി, ബഡ്ജറ്റ് ചെയ്യുക. കൃത്യമായ ബഡ്ജറ്റ് ചെയ്യുക. ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കും, ഇന്നയാൾക്ക് കിട്ടുന്നില്ല. പ്രജീഷ പറയുന്നു കമ്പനിയിൽ നിന്ന് കൃത്യമായ സാലറി കിട്ടുന്നില്ല. വൈ? റീസൺ ഓഫ് യുവർ മൈൻഡ് സെറ്റ്. കമ്പനിയിൽ നിന്നും കൃത്യമായ ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ അതിന് തത്തുല്യമായ എനർജി സ്വയം കൂട്ടിയിട്ട് അടുത്ത കമ്പനിയിൽ പോകാനുള്ള എന്താ പറയുക അതിന്, നമ്മുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മുടെ വാക്കെന്താണ്, നമ്മുടെ വാക്ക് പെട്ടെന്ന് പോയല്ലോ, നമ്മുടെ എന്ത് കൂട്ടണം എന്നാണ്, നമ്മുടെ സ്കില്ല് കൂട്ടുക. അത് കൂട്ടാതെ അവിടെ തന്നെ പിടിച്ചു നിന്നാൽ അവിടെ തന്നെ ഉണ്ടാവും. കിട്ടുന്നില്ല എന്നല്ല, കിട്ടുന്നിടത്ത് മൂവ് ചെയ്യാൻ ഈ ലോകത്ത് എവിടെയും ബ്ലോക്കേജുകളില്ല. ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത നിമിഷത്തിലേക്ക് ജമ്പ് ചെയ്യാൻ എവിടെയും ബ്ലോക്കേജ് ഇല്ല. പക്ഷെ നമ്മൾ കംഫർട്ട് സോണിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ആ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും ശമ്പളം കിട്ടിയില്ല എന്നിട്ടും വീണ്ടും അവിടെ വർക്ക് ചെയ്യുന്നു. ഇംപ്രൂവ് യുവർ സ്കിൽ. നമ്മൾ മണി മാനിഫെസ്റ്റോയിൽ പഠിപ്പിക്കുന്ന ഒരു ടേമാണ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ മൂല്യം എന്താണ്? ഇപ്പോഴുള്ള മൂല്യത്തിൽ 15,000 രൂപയാണ് നിങ്ങൾ ശമ്പളം കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാവുന്നില്ലെങ്കിൽ പിന്നെ മണി കിട്ടാനുള്ള അടുത്ത പോകുമ്പോഴേ എന്താണ്? നിങ്ങളുടെ വർത്ത് കൂട്ടുക. അപ്പോൾ മാത്രമേ സാധ്യമാകുള്ളൂ, ഇല്ലെങ്കിൽ സാധ്യമാകില്ല. വേറെ ഒരു എക്സ്ക്യൂസ് ഇതിനകത്തില്ല. മണിയെ പറ്റി കൃത്യമായി ഞാനൊരു ഫോർമുല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ പറയും, ഞാൻ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ മാത്രം പഠിപ്പിച്ചു തന്ന ഫോർമുല. എങ്ങനെയാണ് മണി ഉണ്ടാകുന്നത്, എന്താണ് മണിയുടെ ഇക്വേഷൻ എന്താണ്, അതറിഞ്ഞിരിക്കണം. ബഡ്ജറ്റ് ആൻഡ് കട്ട് എക്സ്പെൻസ് കട്ട് ചെയ്യേണ്ടി വരും. ഇനി ടി അല്ലേ, ഡെപ്റ്റിന്റെ അവസാനത്തെ ടി ആണ് ടേക്ക് ആക്ഷൻ ഓൺ മൾട്ടിപ്പിൾ വേസ്. ടേക്ക് ആക്ഷൻ ഓൺ മൾട്ടിപ്പിൾ വേസ്. ഇപ്പോൾ കമന്റ് ചെയ്ത 2 പേർക്കും ബാധകമാണ്. മണി ഉണ്ടാക്കാൻ കിട്ടുന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ വേസ് മണി ഉണ്ടാക്കാൻ കണ്ടുപിടിക്കണം. വെറുതെ ഇരുന്നാൽ നടക്കുമോ എന്ന് വെച്ചാൽ നടക്കും, വെറുതെ ഇരുന്നാലും നടക്കും. പക്ഷെ വെറുതെ ഇരുന്ന് നടക്കണമെങ്കിൽ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിക്കിട്ടണം. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സെന്താണ്? പണ്ടാരോ പറഞ്ഞല്ലോ, എന്തിൻ്റെയോ ഒരു കൂടാരാണ് അല്ലേ? അതറിയാലോ എല്ലാവർക്കും അല്ലേ? വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് എന്തിന്റെ കൂടാരാണ്? ആരുടെ പണിപ്പുരയാണ്? അതൊക്കെ അറിയാം. അതൊക്കെ കൃത്യമാണ് അറിയാം. എന്നിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും അല്ലേ? യെസ്, പിശാചിന്റെ പണിപ്പുര, സാത്താന്റെ പണിപ്പുര. എന്താ സാത്താൻ ചെയ്യുന്നത്? വെറുതെ ഇരിക്കുന്നതിന് പണിപ്പുര. എല്ലാവർക്കും അതെ പണി. ഇന്നൊരാൾ എന്നോട് എനിക്ക് ചിരി വന്നു. അയാൾ ജോലി അന്വേഷിക്കുകയാണ്. എന്നെ വിളിച്ചു, സാറേ ജോലി ഉണ്ടോ, എനിക്കൊരു ജോലി വേണം. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ, ജോലിയുണ്ട്. എന്താ പണി, എങ്ങനെയാ ജോലി? അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് മുതൽ തുടങ്ങും, വൈകിട്ട് 8 മണി വരെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം. പക്ഷെ അതിൽ നിന്ന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയാം. എത്ര മണിക്കൂർ പണിയുണ്ട് സാറേ? എത്ര മണിക്കൂർ? അപ്പൊ എന്തൊക്കെ പണികൾ ഉണ്ടാവും? 1 2 3 4 5 ഇങ്ങനെ പണി പറഞ്ഞു. ഇത്രയൊക്കെ പണി ചെയ്യാനോ ഒരാളോ? എന്നിട്ട് വീണ്ടും ചോദിക്കണം, അത്രയൊക്കെ പണി ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു, പണി ചിലപ്പോൾ ഉണ്ടാവും, ഞാനൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് 8 മണി വരെയുള്ള പണി ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ പണിയെടുത്തിട്ട് എനിക്ക് ഇത്രയും ശമ്പളം ഉള്ളൂ? അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ടോട്ടൽ സമയം എത്രയാണ്? ഇത്രയൊന്നും പണിയെടുക്കാൻ പറ്റില്ല കേട്ടോ. കഴിഞ്ഞു. 5 മാസമായി ജോലി ഇല്ലാതിരിക്കുന്ന ആളാ. 1 2 5 മാസമായിരിക്കും. ഇത്രയും പണിയെടുക്കാൻ പറ്റില്ല. ജോലി വേണം, പണിയെടുക്കാൻ പറ്റില്ല. ഇത് ഡെവിളിന്റെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ഡെവിൾ അവിടെ കിടന്ന് സുഖമാണ്, എങ്ങനെയായാലും ജീവിച്ചു പോകുന്നത്. പിന്നെ എന്തപ്പോ പണിയെടുക്കാൻ ആർക്കാ താല്പര്യം? ആർക്കും ഇല്ലല്ലേ? ഇനി ഈ പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് മാജിക്കൽ റിച്വൽസ് എന്നുള്ളത്. അത്ഭുതങ്ങളല്ലേ നമ്മൾ പഠിക്കേണ്ടത്. ഇത് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്നതല്ല. അത്ഭുതകരമായ മാറ്റമുണ്ടാക്കും. മാജിക്കൽ റിച്വൽസ്. ഇത് മറ്റ് ചില മാജിക് സാധനങ്ങൾ കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. വെറുതെ എഴുതി കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ പറഞ്ഞല്ലോ 20-20 മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എങ്ങനെയാണ് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയത്?
മാജിക് റിസൾട്ടുകൾ നടത്തുന്നവരിൽ ഇപ്പൊ പറയാം, സാക്ഷ്യപ്പെടുത്താലോ. 2020 മെഡിറ്റേഷൻ ചെയ്തപ്പോൾ മാജിക് റിസൾട്ട് വന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത്. എത്ര പേരുണ്ട് മാജിക് റിസൾട്ട് കിട്ടിയവർ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ? എന്താ സംഭവിച്ചത്? ഇതിനൊരു ചിട്ടവട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്യും. എനിക്കറിയാം, എല്ലാവർക്കും ടൈപ്പ് ചെയ്യും. അതാണ് എന്നെ ഏറ്റവും സന്തോഷപ്പെടുത്തുന്നത്. എല്ലാവരും ടൈപ്പ് ചെയ്യും, ചെറുതും വലുതുമായ സംഭവങ്ങൾ. ഒന്നേ ചെയ്തുള്ളൂ, ഇതേപോലെയാണ് ചെയ്തത്. ഇന്റൻഷൻ സെറ്റിംഗ്, വിഷ്വലൈസേഷൻ, പിന്നെ പ്രാർത്ഥന. അതേപോലുള്ള സാധനമാണ് ഇതിന് പറയുന്നതാണ് മാജിക് റിച്വൽസ്. ഇത് നമ്മൾ ഇരിക്കുന്നു, ഒരു സമയത്ത് ഇരിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. കുറച്ച് 1-2 കാൻഡിലുകളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. ഗ്രീൻ കാൻഡിൽ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ലൈറ്റ്, വളരെ ഡിമ്മായ ലൈറ്റ് ഉപയോഗിക്കണം. ഇരുന്നിട്ട് ചില അഫ്രിമേഷൻസ് ഉണ്ട് ഇതിന്റെ കൂടെ പറയാനുണ്ട്. ഈ അഫ്രിമേഷനും കൂടി പ്ലേ ചെയ്തുകൊണ്ട് ഈ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടേക്ക് ഇറ്റ് ഫ്രം മീ, നിങ്ങളെ ഉള്ള കടം 30 ദിവസം കൊണ്ട് കൃത്യമായ ലെവലിൽ എത്തിയിരിക്കും. നിങ്ങൾക്ക് ഒറ്റയടി 30 ദിവസം കൊണ്ട് കടം തീരുമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഇപ്പൊ തീരാൻ പറ്റില്ല, തീരാൻ പാടുമില്ല. നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അൺലിമിറ്റഡ് അബൻഡൻസ് വിൽ ബി ദേർ. വളരെ കൃത്യമായി പ്ലാൻ ചെയ്താൽ 100% നിങ്ങൾ ഓർത്തു വെച്ചോ. എപ്പോഴെങ്കിലും നമുക്ക് ഇതൊരു മെഡിറ്റേഷൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പെട്ടാൽ നമുക്കതൊരു മെഡിറ്റേഷൻ ആയിട്ട് തന്നെ ഒരു 5-6 ദിവസം ഇത് പ്ലാൻ ചെയ്യാം. കടമുള്ളവർ മാത്രം വന്നാൽ മതി. അല്ലാത്തവർ, അതായത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവർക്ക് നമുക്ക് ചെയ്യാം. ഞാൻ ഇരുത്തി നമുക്ക് ചെയ്യാം. അതിന് കൃത്യമായ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്ത്, എനർജി ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരുത്തിക്കൊണ്ട് ചെയ്യാം. അതിന് കുറച്ച് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചോദിക്കുന്നത്, സാറേ ഇതൊന്ന് അയച്ചു തരുമെന്ന് വെച്ചാൽ അങ്ങനെ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ ഒരു സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്. അതുണ്ടായാൽ നമുക്ക് ദൈവാദിനം ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഇരുന്നിട്ട് ഇതിൻ്റെ ക്ലാസ് സാവധാനത്തിൽ ഒരു ദിവസം ചെയ്യാം. അത്രയും കടമുള്ളവർ മാത്രം അതൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. വളരെ കൃത്യമാണ്. 100% മാജിക് പോലെ വർക്ക് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് പണ്ട് കാലത്ത് ചെയ്ത കാര്യങ്ങളാണ്. വലിയ പണക്കാരൻ വേറെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കുബേരസൂത്രം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതല്ല, ഇങ്ങനെയൊക്കെയാണ് കുബേരസൂത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വീട്ടിൽ ഇതുപോലെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. പോസിറ്റീവ് എനർജി എവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ മണി ഫ്ലോ ഉണ്ടാകും. മണിയുടെ ഫോർമുല നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. മണി ഈസിക്കൽ ടു എം ഈസിക്കൽ ടു എനർജി പ്ലസ് ടൈം ആണ്. ഇ പ്ലസ് ടി ഈസിക്കൽ ടു എം എന്നാണ് ഫോർമുല. അപ്പോൾ എനർജി കൂട്ടിയാൽ ടൈം കുറക്കാം. എം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഐൻസ്റ്റീന്റെ സെയിം സിദ്ധാന്തം അല്ലെ. എം കോൺസ്റ്റന്റ് നിൽക്കുന്നതനുസരിച്ച് ഇ കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇ കൂട്ടി ടി കുറച്ചാൽ നമുക്ക് എമ്മിന് കോൺസ്റ്റന്റ് നിർത്താം. ഇ കൂട്ടുകയും ടി കൂട്ടുകയും ചെയ്താൽ എം ഓട്ടോമാറ്റിക് കൂടും അല്ലേ. ഇത് ചെയ്ത് കാണിച്ചു തരാം. അത്ര മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളൂ. സമയമായല്ലേ, നമുക്ക് മറ്റേ ക്ലാസ്സിന് സമയമായി, മെഡിറ്റേഷൻ സമയമായി. അപ്പോൾ ഈ ഫോർമുല 2 മണിക്കൂർ നേരം ഞാൻ നിങ്ങളെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. 2020 മെഡിറ്റേഷൻ കൂടാതെ ചെയ്യുന്നതാണ് കോഴിക്കോട് പ്രോഗ്രാം. അവിടെ വരാൻ പറ്റാത്തവർക്ക് നമുക്കിത് ഇവിടെ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല. കാരണം അവിടെ നിങ്ങൾ വരണമല്ലോ അല്ലേ. വലിയ കാശൊന്നുമില്ല, വളരെ ചെറിയ കാശേ അവിടെ ഉള്ളൂ. അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ വരും. ബാംഗ്ലൂരിൽ നിന്നും വരാം, മുംബൈയിൽ നിന്നും വരാം, എൻ്റെ തിരുവനന്തപുരത്ത് നിന്നും വരാം, ചെന്നൈയിൽ നിന്നും വരാം, ഹൈദരാബാദിൽ നിന്നും വരാം, കോയമ്പത്തൂരിൽ നിന്നും വരാം. കോഴിക്കോട് എല്ലാവർക്കും എത്താനല്ലേ. ദുബായിൽ നിന്നും വരാം, അബുദാബിയിൽ നിന്നും വരാം. നഷ്ടമുണ്ടാവില്ല കേട്ടോ, ആരും മറക്കണ്ട. അപ്പോൾ പേര് കൊടുക്കാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. ഹോട്ടൽ ഇന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം 150 ആളുടെ പേര് തന്നിട്ട് അവസാന നിമിഷം ഞാനുണ്ട് സാറേ ഞാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ആളെ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കാൻ പറയേണ്ടി വരും. അത് നമുക്ക് സാധ്യമല്ലല്ലോ. പൈസ ഇല്ലാത്തത് കൊണ്ടാണ് സാറേ വരുന്നതെങ്കിൽ നിങ്ങൾ വരണ്ട. പൈസ ഉണ്ടാവും സാറേ ഞാൻ വരും എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വരാൻ പറ്റും.
ഇത്രയും കാര്യങ്ങളോട് പഠിപ്പിച്ചു തന്നിട്ട് വീണ്ടും അതേ രീതിയിലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് വരേണ്ടതില്ല. പൈസ ഉണ്ടാകും സാറേ, ഞാൻ വരും എന്നുള്ള ഒരു ശുഭചിന്തയെങ്കിലും ഇല്ലാത്ത നിങ്ങൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് എന്ത് മാറ്റിക്കാനാ? പറഞ്ഞത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇത്രയും ചിന്തകൾ നിങ്ങൾക്ക് ഇത്രയും ഞാൻ ക്ലാസ് എടുത്ത് ഇത്രയും സമയത്ത് പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ചിന്തകൾ വരുന്നില്ലെങ്കിൽ പിന്നെ 6 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങളെ മാറ്റാൻ പറ്റും എനിക്ക്. അത് ഞാൻ ഉറപ്പായിട്ടും മാറ്റിത്തരും. പക്ഷെ നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ സഹകരിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ തോട്ട്സ് മാറ്റുക, എങ്കിൽ അതിനെ പ്രോഗ്രാം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായോ? അതാ ഇപ്പൊ മാറി. അപ്പോഴും മനസ്സിലായി. റീന പറഞ്ഞു മനസ്സിലായി, ഞാൻ വരും. അതാണ് ഞാൻ വന്നിരിക്കും. നിങ്ങൾ വന്നിരിക്കും. ഒറ്റ അഫർമേഷൻ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പൊ എളുപ്പത്തിൽ. എല്ലാവരും എഴുതി വെച്ചോ. കോഴിക്കോട് പ്രോഗ്രാം വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അഫർമേഷൻ പറഞ്ഞു തരാം. എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾ പറഞ്ഞു നോക്കൂ, മാറുന്നത് കണ്ടോളൂ. ഒറ്റ അഫർമേഷൻ ഈ ഒറ്റ അഫർമേഷൻ മതി. നിങ്ങൾ ദിനേശ് സാറിന്റെ കോഴിക്കോട് പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതിലൂടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ജീവിതത്തിൽ എന്നും സമൃദ്ധി നിലനിർത്താനും എനിക്ക് സാധിച്ചതിൽ സർവേശ്വരനോട് അല്ലെങ്കിൽ അല്ലാഹുവിനോട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ കർത്താവിനോട് എല്ലാത്തിനും കൂടി നമ്മൾ പറഞ്ഞാൽ പ്രപഞ്ച സത്യങ്ങളോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഞാനിപ്പോ എക്സ്പെക്ട് ചെയ്തു ഒരാളെങ്കിലും പറയും സാറിന്റെ നെക്സ്റ്റ് പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടാവുന്നു. അത് നെക്സ്റ്റ് അല്ലേ, ഇപ്പോഴത്തെ കാര്യം പറയും. നോക്കൂ, ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് നടക്കും. ഇത് നിങ്ങൾ അതിനുവേണ്ടി മാത്രമല്ല കേട്ടോ പറഞ്ഞേ, നിങ്ങളിൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കാനുള്ള അഫർമേഷനാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഒരാൾ പറഞ്ഞത്, ബിജി പറഞ്ഞത് ഞാൻ ഇപ്പൊ ഒന്ന് തിരിച്ചു പറയട്ടെ, മാറ്റി പറയട്ടെ. ഒരു ആർക്കെങ്കിലും തിരുത്തി പറയാൻ പറ്റുമോ? ബിജി ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ഒരു തിരുത്ത് അവിടെ വരുത്തണം ബിജി, നിർബന്ധമാണ്. സാർ ഇതുവരെ ക്യാഷ് ആയില്ല, എന്നാലും ക്യാഷ് കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ചെറിയൊരു കട്ട് ചെയ്താൽ പോരെ? ആരോടാണ് മുൻകൂർ ജാമ്യം എടുക്കുന്നത്? ഇത് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? ക്യാഷ് ആയില്ല, എന്നാലും പിന്നെ വർക്ക് ചെയ്യില്ല. അവിടെ ആയി കഴിഞ്ഞു, സെറ്റായി, ക്യാഷ് ആയില്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഫസ്റ്റ് പാർട്ട് മാത്രമേ കേൾക്കുള്ളൂ. ക്യാഷ് കിട്ടും, ഞാൻ വരും, ഇത്ര മാത്രം പോരെ? ഇതല്ലേ കൺഫർമേറ്റീവ്. ക്യാഷ് കിട്ടും, ഞാൻ വരും, രണ്ടും ഒന്ന് തന്നെയല്ലേ? ക്യാഷ് ആയില്ല അതുകൊണ്ട് എന്നാലും ഞാൻ വരും എന്നതിന് പകരം നമുക്ക് പറഞ്ഞാൽ ക്യാഷ് കിട്ടും, ഞാൻ വരും, പോരെ? എന്താ ഇതിൽ ഡിഫറൻസ്? അല്ലേ? ഒന്നുകൂടി പറയണോ? ദിനേശ് സാറിന്റെ കോഴിക്കോട് പ്രോഗ്രാമിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിലും അതിലൂടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും ജീവിതത്തിൽ സമൃദ്ധി നിലനിർത്താനും സാധിച്ചതിന് പ്രപഞ്ച സത്യങ്ങളോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഓക്കെ, ഇനി നമുക്ക് സമയം വെച്ചു. യെസ്, ക്യാഷ് റെഡിയാക്കി വരാൻ സാധിക്കും തീർച്ചയായിട്ടും. നിങ്ങളത് പറഞ്ഞു പഠിക്കൂ. അതിന് നല്ല എപ്പോഴും ഇത് ഉപയോഗിക്കേണ്ട അഫർമേഷൻ. ഇതെന്നല്ല, ഏത് സമയത്തും നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനമാണ്. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇതുപോലെ അഫർമേഷൻ റെഡിയാക്കി എടുത്തോളൂ. എവിടെയാണോ ആവശ്യം അതുപോലെ റെഡിയാക്കി എടുത്തോളൂ. ഓക്കെ, സമയം കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഗ്രൂപ്പിലോ യൂട്യൂബിലോ പോയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക.